തദ്ദേശ തെരഞ്ഞെടുപ്പ് നാട്ടിലാണെങ്കിലും ചൂടേറിയ ചർച്ചകൾ പ്രവാസ ലോകത്ത് നടക്കുന്നുണ്ട്. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വാർത്തകളുമൊക്കെയാണ് മസ്കത്തിലെ പ്രവാസികൾ കൂടിയിരിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ ചർച്ച. നാട്ടിലിപ്പോൾ ഇലക്ഷൻ ചൂടാണ്, പക്ഷേ ആ ചൂട് പ്രവാസ ലോകത്തുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മസ്കത്തിലെ മത്രയിലാണ്. ഇവിടെ എൻ്റെ കൂടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. നാട്ടിലിപ്പോൾ ഇലക്ഷൻ ചൂട് നടക്കുമ്പോൾ അവരും ആ ആവേശത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെയാണ് ഇവർ. പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ച് നാട്ടിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചവർ തന്നെയാണ് പ്രവാസികളായി എത്തിയത്. നമുക്ക് അവരോട് അവരുടെ നാട്ടിലെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇലക്ഷൻ അനുഭവവും ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പോരായ്മയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടായിരിക്കും വോട്ടർമാർ വോട്ട് ചെയ്യുക. കാരണം ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു പൗരൻ്റെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അപ്പോൾ ആ വോട്ട് കൃത്യമായിട്ട് ജനങ്ങൾ വിനിയോഗിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം കൃത്യമായി പറഞ്ഞാൽ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ വർഗീയ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവരെ തലോടിക്കൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് UDF നല്ല ശുഭപ്രതീക്ഷയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 4.5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു നിയമസഭാ ഇലക്ഷൻ നമുക്ക് മുന്നിൽ വരികയുണ്ടായി. അന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന UDFൻ്റെ പ്രധാന ചർച്ച ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. അന്നും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ജനങ്ങളുടെ അവകാശങ്ങൾ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 2ാം തവണയും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു മനുഷ്യനെ കൂടുതൽ സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും അതേപോലെ തന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളോട് കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ബില്ല് മുതൽ വള്ളക്കരം മുതൽ ഒരു കെട്ടിട നികുതി ആയിക്കോട്ടെ, വീട് നികുതി, ഭൂനികുതി എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ നികുതികളും നമ്മൾ വർദ്ധിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എണ്ണയുടെ വില, അതിന് സമാന്തരമായി തന്നെ സെസ്സുകളും മറ്റുമൊക്കെ ആയിട്ട് കേരള ഗവൺമെൻറ്റും നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്തൊക്കെ നമുക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. അധിക ഭാരം നമ്മളിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് 2 രൂപ നമുക്ക് ഏകദേശം അധിക ഭാരമായിട്ട് സെസ് ഉപയോഗപ്പെടുത്തിയിരിക്കാം. പിന്നെ പ്രവാസികൾക്ക് പൊള്ളയ വാഗ്ദാനങ്ങൾ കുറേ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലായി 6 മാസം ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇത്ര പെൻഷൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പൊള്ളയ വാഗ്ദാനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ അടുത്തായിട്ട് ഒമാനിലും അതേപോലെ തന്നെ കുവൈത്തോ ഖത്തറിലൊക്കെ പിന്നെ മുഖ്യമന്ത്രി യാത്ര നടത്തിയിട്ടുണ്ട്. എന്താണ് അതിൽ നിന്ന് നമ്മുടെ പ്രവാസികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വികസനമല്ലാതെ വേറൊന്നും ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടില്ല. അത് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന വികസനങ്ങളാണ്. ഈ ദുരന്ത കാലഘട്ടങ്ങളെ പോലും അഴിമതിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു സർക്കാരിനെ ഇനി എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക? ചർച്ചകൾ ഇങ്ങനെ ചൂടേറുകയാണ്. ഇലക്ഷൻ നാട്ടിലാണെങ്കിലും അതിൻ്റെ നല്ല തീപ്പൊരി ചർച്ച ഇവിടെ പ്രവാസ ലോകത്തുണ്ട്. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. മസ്കത്തിലെ മത്രയിൽ നിന്നും അലി കൂട്ടായി, മീഡിയ 1.